ഷൂട്ട് എങ്ങനെയാ വെച്ചാൽ ഇവിടെ നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് വിളിക്കും. അങ്ങനെയാണ് വരുന്നത്, ഓരോരുത്തരായിട്ട് വന്ന് വിളിക്കും. ഷൂട്ടാട്ടോ, പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടാട്ടോ. ഷൂട്ടിംഗ് ലൊക്കേഷൻ ആട്ടോ. സിനിമത്തെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ, അമ്മച്ചിമാര്. ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒറ്റക്കൊമ്പൻ എന്ന മൂവിയിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ അത് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലേ, കോഴിക്കോട്, ഇവിടെ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണാനാണ് എന്താക്കുക, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ദിവസം അവിടെ ആയിരിക്കും. അപ്പോൾ ഫുൾ വ്ലോഗ് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതാ ട്രെയിനൊക്കെ അങ്ങനെ കയറിക്കണം. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കട്ടോ. നമ്മളൊരു ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മളെ കൂടെ. എടേ ഷെർണൂർ എത്തിട്ടോ. ഓക്കെ, അതിൻ്റെ പുറത്തും നല്ല മഴയാണ്. അപ്പം എന്താ വെച്ചാൽ കുറച്ച് ആളുമാട് വരാനുണ്ട്. അപ്പം നമ്മൾ ഓലെ വെയിറ്റ് ചെയ്തിട്ടാ. ഒരാൾ വന്നിട്ടുണ്ട്. ഹലോ, അങ്ങനെ ഒരാളുമാടി വന്നിട്ടുണ്ടോ. അപ്പോൾ ഇനിയും കുറച്ച് ആളുമാടി വരാനുണ്ട്. അപ്പോൾ ഓലെ വെയിറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ ചാലക്കുടി എത്തി. എന്താ വെച്ചാൽ എറണാകുളം എത്തണം. എറണാകുളം എത്തിയിട്ട് അവിടുന്ന് നമ്മളെ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്, ഓലെ പിക്കപ്പ് ചെയ്തിട്ട് നേരെ നമ്മളെ ലൊക്കേഷൻ അവിടെ വരുന്നത് വെച്ചാൽ കോട്ടയം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ട് കേട്ടോ. അങ്ങനെ എന്താ വെച്ചാൽ എറണാകുളം എത്തി. എറണാകുളത്ത് നമ്മൾ നേരെ പാല വയ്ക്കാൻ കുരിശുപള്ളി, പാല കുരിശുപള്ളി, അവിടെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഗായ്സ്, ഈ പള്ളി കണ്ടില്ലേ, ഇവിടെ വെച്ചിട്ടാ ഷൂട്ട് കിട്ടോ. അവിടെയൊക്കെ ഫുള്ള് വെയിറ്റിംഗ് ആണ്. എന്താ വെച്ചാൽ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട്. ഇപ്പോൾ നമ്മുടെ സ്പോയിലർ എല്ലാവരും ആർട്ടിസ്റ്റാട്ടോ മൊത്തത്തിൽ. അങ്ങോട്ടൊക്കെ ഉണ്ട്, ഇതവിടെയൊക്കെ, അവിടെ കണ്ടില്ല, അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഫുള്ളായിട്ടും. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും. എത്ര ദിവസം എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും. ഫുള്ള് ക്രൗഡാട്ടോ. എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. ഷൂട്ട് ഫുള്ള് നൈറ്റ് ആട്ടോ, നൈറ്റ് ഷൂട്ടാണ് മൊത്തത്തിൽ വരുന്നത് കേട്ടോ. ഒരു പള്ളിപ്പെരുന്നാൾ ഷൂട്ടാട്ടോ, പള്ളിപ്പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടാട്ടോ. എന്താ വെച്ചാൽ ഫുള്ളായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ ഫോൺ യൂസ് ചെയ്യണ കുറച്ച് ടാസ്ക്കാണ്, അതുകൊണ്ടാണ്. മെയിൻ ഒരാളുണ്ട്, കാണിച്ചു തരാം. അജയ്, മെയിൻ പ്രൊഡക്ഷൻ അജയ്. ലിയോ, നമ്മൾ ലിയോ. അങ്ങനെതാ എല്ലാരും ഇവിടെ കാത്തിരിക്കാണ്. അവിടെ ഷൂട്ട് നടന്നുകൊണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുറേ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ഈ സിനിമത്തെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ, അമ്മച്ചിമാർ. കുറേ വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. സംഭവം എന്താ വെച്ചാൽ അവിടുന്ന് ഫോണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തരില്ല എന്നാണ് പറയണത്. അങ്ങനത്തെ പ്രശ്നമാണ്. അപ്പോൾ പറ്റുന്ന ലെവലിൽ 2-3 ഷോട്ടൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ സമയം ഇത്ര 9:27 ഇത് എങ്ങനെ വെച്ചാൽ നൈറ്റാണ് ഷൂട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണത്. നൈറ്റ് മുതൽ ഇനിയിപ്പോൾ പുലർച്ചെ വരെ ഉണ്ടാവും. 5 മണി ആ ടൈം, 5 മണി 6 മണി വരെ ഉണ്ടാവും. ഫുൾ ടൈം നൈറ്റാണ്. ഇനി കുറച്ച് ദിവസം നൈറ്റ് ആയിരിക്കും, ഇവിടെ ആയിരിക്കും. എന്തായാലും പറ്റുന്ന രീതിക്ക് കുറച്ച് വ്ളോഗൊക്കെ എടുക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഷൂട്ട് എങ്ങനെയാ വെച്ചാൽ ഇവിടെ നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് വിളിക്കും. അങ്ങനെയാണ് വരുന്നത്, ഓരോരുത്തരായിട്ട് വന്ന് വിളിക്കും. ഇപ്പോൾ കുറച്ചാൾക്കാർ വന്ന് വിളിക്കും. നമ്മളെ മുപ്പരതാ കിങ്കായ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിക്കും. അപ്പോൾ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഓരോരുത്തർ പോകണം. അതന്നെ. നല്ല മഴ ഗായ്സ്, അതിൻ്റെ നല്ല മഴ ചെയ്തിട്ടോ.
ഇവിടുത്തെ ഫുഡിനുള്ള വരി സമയം 3:30 ആയിട്ടോ. ഇന്ന് മഴ അതിനൊക്കെ ഉണ്ടായി, ഷൂട്ട് കുറച്ച് ലാഗ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 3:30 ആയപ്പോൾ ഒരു കോഫി കുടിക്കാം. എല്ലാവരും നല്ല ഉറക്കം കണ്ടിട്ടോ. അപ്പം അങ്ങനെ ഒരു കോഫി കുടിച്ചോണ്ട് ഞങ്ങൾക്ക് ഇന്ന് മഴ അതിനെക്കൊണ്ട് നല്ല ലാഗായി പോയി ഷൂട്ട്. കണ്ടില്ലേ അവിടെ ഉണ്ടോ ഫുള്ള് സെറ്റിങ്, ഷൂട്ടിംഗ് ലൊക്കേഷൻ ആട്ടോ. ഗായ്സ് അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടോ. ഷൂട്ടൊക്കെ കഴിഞ്ഞ് എന്താ വെച്ചാൽ കോട്ടയം പാലാപ്പള്ളി അവിടുത്തെ ഒരു പള്ളി പെരുന്നാൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടാണ്. ആരുടെ പടം വെച്ചാൽ സുരേഷ് ഗോപി. ഓക്കെ, പക്ഷെ സംഭവം എന്താ വെച്ചാൽ ഇവിടെ 11-12 ദിവസത്തെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിരിക്കണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഫുഡ് റൂമിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്, റൂമൊന്നും ഇല്ലയെന്നാണ് പറയണേ. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ റിട്ടേൺ അടിക്കുന്ന സാധ്യത എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ റൂമില്ല എന്നാണ് അവർ പറയുന്നത്. റൂമുണ്ട് ഫുഡുണ്ട് പറഞ്ഞിട്ടൊക്കെ വിളിച്ച്, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്താണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ എത്രേ ഉള്ളൂ. സംഭവം എന്താ വെച്ചാൽ നൈറ്റുള്ള ഷൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഷൂട്ട്, അല്ല ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വ്ളോഗ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് വ്ളോഗ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളീ കണ്ടില്ലേ വ്ളോഗ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും. പിന്നെ എന്തെൻ്റെ വ്ളോഗ് സ്പെഷ്യലായിട്ട് എന്തെന്നെ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കണ്ട വ്ളോഗ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ കുറേ എടുത്തിട്ടും കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഈ സ്ഥലം കണ്ടില്ലേ നിങ്ങൾ, അടിപൊളി സ്ഥലം കേട്ടോ. സ്ഥലം കണ്ടില്ലേ, നൈസ് പ്ലേസാണ്. ഓക്കെ, അവിടെ ഇതാ ഈ പള്ളി, ഈ പള്ളിയാണ് എന്താ പറയുക കോട്ടയം പാലാപ്പള്ളി. ഒട്ടുമിക്ക എല്ലാ ഷൂട്ടുകളും നടക്കുന്ന സ്ഥലം കേട്ടോ ഈ പള്ളി. ഓക്കെ, അപ്പോൾ വീഡിയോ എത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.